മസ്തിഷ്കം മരണം എന്ന് പറഞ്ഞ പടം കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. പടം ഭയങ്കര ക്രിയേറ്റീവാണ്. നമ്മൾ ഈ ഗഗനചാരിയൊക്കെ കാണില്ലേ, അതുപോലെ ഭയങ്കര ഒരു സൈബർ പങ്ക് സെറ്റപ്പിലുള്ള ഒരു കൊച്ചിയും കേരളവും ഒരു ഇയർ 2040 സംതിങ് അല്ലെങ്കിൽ 2050 അടുത്തുള്ള കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥ എന്നുള്ള രീതിയിലാണ്. സോ ആ ഒരു സൈബർ പങ്ക് സെറ്റപ്പിൽ എന്തൊക്കെ വേണോ അതെല്ലാം അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പുകളും വെച്ച് അവിടെ ഒരു കോർട്ട് റൂം പ്ലസ് ഒരു മർഡർ മിസ്റ്ററി അങ്ങനെ ഒരു മോഡിലുള്ള സംഭവമാണ് ഈ സിനിമയിൽ പിടിച്ചിട്ടുള്ളത്. ഒരാളുടെ ബ്രെയിനിലുള്ളൊരു മെമ്മറി അതിനെ വെച്ച് ബേസ് ചെയ്തിട്ടുള്ളൊരു ഗെയിം, അത് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് വിഷയങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് സിനിമ ചർച്ച ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇന്നൊരു വൺ ലൈൻ എന്ന് പറയാനില്ല, കുറേ കാര്യങ്ങൾ ഈ സിനിമയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിലും ലെയേർഡായിട്ട് കുറേ സാധനങ്ങൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഒരു പക്കാ മോക്യുമെൻ്ററി സ്റ്റൈലിലാണ് ഈ സാധനം പിടിച്ചിട്ടുള്ളത്. ആൻഡ് ഒട്ടുമിക്ക എല്ലാ ലെയേഴ്സും അത് ടച്ച് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ പറഞ്ഞു പോകുന്ന ടോപ്പിക്കുകൾ എണ്ണി പറയാൻ പറ്റുന്ന അത്രയേ ഉണ്ട്. ആൻഡ് അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും കൺവേ ചെയ്യുക. പക്ഷേ ഞാൻ ഒരു സിനിമ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ മാത്രം നോക്കുമ്പോൾ ഇറ്റ്സ് നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നു, ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഇറ്റ്സ് എ വൺ ഓഫ് എ കൈൻഡ് മൂവി. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ സാധനം എല്ലാവർക്കും വർക്കാവുന്നു, എല്ലാവർക്കും വർക്കാവില്ല. കൺഫേം ആയിട്ട് ഇത് എല്ലാവർക്കും വർക്കാവില്ല. ഇത് പ്രത്യേകിച്ച് ആർക്കും വർക്കാവില്ല എന്ന് വെച്ചാൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ എൻ്റെയൊക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇത് ടി വിയിൽ വരുമ്പോൾ അവർ വെറുതെ ഇരുന്ന് കാണുമായിരിക്കും. ഞാൻ തുടങ്ങുമ്പോഴേ പറയും ഇത് മനസ്സിലാവില്ല നിങ്ങൾക്ക്, ഇതെന്താണ് ഐഡിയ എന്ന് കിട്ടില്ല, ഇതെന്ത് പ്രാന്തം പടാണെന്ന് തോന്നും അവർക്ക്. പക്ഷേ കുറച്ച് യങ് ആയിട്ടുള്ള ഒരു 30-40ക്ക് താഴെ, 40ക്ക് യങ്ങല്ല, ഒരു 30ക്ക് താഴെ നിൽക്കുന്നവരൊക്കെ കണ്ട ഇപ്പോഴത്തുള്ള ആ ഒരു കറണ്ട് സെറ്റപ്പ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ സൈബർ പങ്ക് സാധനങ്ങളൊക്കെ കണ്ടറിഞ്ഞവർ, then ഇപ്പോഴുള്ള കുറേ റെഫറൻസുകൾ അതൊക്കെ അറിയുമെങ്കിൽ മാത്രമാണ് ഈ സിനിമ കുറേയൊക്കെ നമുക്ക് ഇത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഒരു ചാനലിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുക. ഈ സാധനം ഈ പടത്തിൽ ഉള്ള കോൺസെപ്റ്റ് അത് ഭയങ്കര ക്രിയേറ്റീവാണ്. പക്ഷെ അത് ഇതുവരെ കാണാത്തൊരു സംഭവമൊന്നുമല്ല. ഞാനിപ്പോൾ സൈബർ പങ്ക് 2077 എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്, പ്ലേ സ്റ്റേഷനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിമാണ്. അറൗണ്ട് എത്രയോ മണിക്കൂറായി, നമുക്ക് നിർത്താൻ പറ്റില്ല. ഒരു കിടിലൻ ഒരു വേൾഡാണ്. അതേപോലെ ഒരു നിയോ കൊച്ചി എന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. ആ ഗെയിമിനകത്ത് ഇതേപോലെ നമ്മളൊരു ക്യാരക്ടർ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്രെയിൻ സ്റ്റോം ചെയ്യാൻ പറ്റും. നമുക്ക് ഇതേപോലൊരു VR വെച്ച് നമുക്ക് വേറെ ആളുടെ മെമ്മറി കയറിയിട്ട് അവിടെ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനും അനലൈസ് ചെയ്തെടുക്കാനും അത് നമ്മുടെ ഗെയിമിൽ ഇൻപുട്ട് ചെയ്യാനും അങ്ങനത്തെ കുറേ സെറ്റപ്പ് അതേ കോൺസെപ്റ്റാണെന്ന് തോന്നുന്നു ഈ പടത്തിലും പിടിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു ഫുൾ ലെങ്ത് പടത്തിൽ, പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ പടത്തിൽ ഇങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അധികം യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സിനിമയിൽ വെച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് സിനിമ ചർച്ച ചെയ്യുന്നത് പറയാം. ആൻഡ് ഇതിലെ കുറേ സംഭവങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആർട്ടിലും ഇതിൻ്റെ സൈഡിലും ചെയ്തിട്ടുള്ള കുറേ ഇപ്പോൾ ടെക്നിക്കൽ കുറേ സാധനങ്ങളൊക്കെ ഗംഭീരമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് അത് വർക്കായി. ഈ VGA മറ്റേ കേബിൾ ഉണ്ടല്ലോ, നമ്മൾ പണ്ട് ഈ മാരിയോ ചിപ്പിട്ട് കളിക്കുന്ന സമയത്തും നമ്മൾ കോൺട്രൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ ഇട്ട ആ സാധനം ഞാൻ പിന്നെ അത് ഉണ്ട്, നമ്മൾ ആംപ്ലിഫയറിലും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് ഈ പച്ച മഞ്ഞ കേബിൾ ഉണ്ടല്ലോ, മറ്റേ മഞ്ഞ ചുവപ്പ്, അത് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് ആ സാധനം. അങ്ങനത്തെ ഇപ്പോൾ നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജി തരുന്ന കുറേ സാധനങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കാസറ്റ്സ് വെച്ചും അല്ലെങ്കിൽ ആ ഒരു സൈബർ പങ്ക് എന്നുള്ള രീതിയിൽ ആളുടെ വക കുറേ ഇൻപുട്ട് ചെയ്തിട്ടുള്ള കുറേ സാധനങ്ങൾ. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായത് നമ്മുടെ മെമ്മറീസ് വെച്ച് നമ്മുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കുറേ ഇപ്പോൾ ആഡ്സ് വരുന്നൊക്കെ പറയില്ല, ആ സെറ്റപ്പുകളൊക്കെ സിനിമയിൽ നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. ആൻഡ് രജീഷ വിജയൻ മുതൽ ബാക്കി ഇതിൽ ഇപ്പോൾ ഈ ജഗദീഷ് ഏട്ടനും അങ്ങനെയുള്ള ബാക്കി എല്ലാവരും തന്നെ കിഡിലായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ ഇതിൽ ആ ഒരു ലീഡ് ആക്ടർ, എനിക്ക് ആളുടെ പേരറിയില്ല, പക്ഷെ പറയുന്ന കുറേ കൗണ്ടേഴ്സും കുറേ സാധനങ്ങളൊക്കെ മൂപ്പരാണ് ഒരു ഹ്യൂമർ എലമെൻറ്റ് പടത്തിൽ ഫുള്ളായിട്ട് കൊണ്ടുവരുന്നതെന്ന് പറയാം. അങ്ങനെ വന്നുപോയി എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള നല്ലൊരു പ്രോപ്പർ സ്പേസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനീ പറഞ്ഞില്ലേ, ഈ സിനിമ എല്ലാവർക്കും വർക്കാവണമെന്ന് ഒരു വൃത്തമില്ല. ഇതൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇന്നൊരു ടാർഗറ്റഡ് ഓഡിയൻസ് ഒന്നും പറയാൻ പറ്റില്ല. ഇത് കണ്ടു തന്നെ നോക്കുക, നിങ്ങൾ എക്സ്പീരിയൻസ് തന്നെ നോക്കുക. സോ ഈ സിനിമ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ആർക്ക് വർക്കാവും ആർക്ക് വർക്കാവില്ല എന്നുള്ളത് എനിക്ക് വർക്കാവാത്തൊരു കൂട്ടം ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ സ്വന്തം അഭിപ്രായത്തിലാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് ഇപ്പോൾ എൻ്റെ വീട്ടിലുള്ളവർക്ക് കാണിച്ചു കൊടുത്തൊരു പക്ഷേ ഇത് വർക്കാവില്ല, ഇപ്പം എൻ്റെ വൈഫിന് കാണിച്ചു കൊടുത്തത് ചിലപ്പോൾ വർക്കാവുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ എനിക്കറിയാവുന്ന ഇങ്ങനത്തെ സാധനങ്ങൾ വർക്കാവുന്ന അറിയാവുന്നവർക്ക് മാത്രമേ ചിലപ്പോൾ ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുള്ളൂ. അതേപോലെ ഇത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, എന്നാൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സൈബർ പങ്ക് സെറ്റപ്പും നമ്മളിപ്പോൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്നൊരു സാധനം, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ആൾക്കാർക്ക് തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗഗനചാരി ആ പടം വർക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമാവും. എനിക്ക് അതിനപ്പുറത്ത് വേറൊരു എക്സാമ്പിൾ പറയാനറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യുന്ന തോന്നുന്നു ഈ ഒരു പടമായിട്ടാണ്. ഹീ ദ സെയിം പ്രൊഡ്യൂസർ, ഈ ഡയറക്ടർ തന്നെയാണ് തോന്നുന്നു ആ പടത്തിൻ്റെ പ്രൊഡ്യൂസർ, എൻ്റെ ഓർമ്മയിൽ. അതെ. സോ ആ പടം നിങ്ങൾക്ക് വർക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം വർക്കാവും.
അല്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് വർക്കായിക്കൊള്ളുന്നില്ല. സോ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം. എനിവേ ഇറ്റ്സ് എ യുണീക്ക് അറ്റംപ്റ്റ്. ഒരു പക്ഷേ നമ്മളിത് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിലും ബാക്കിയുള്ളവർ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഇപ്പോൾ നോർത്തിലൊക്കെ ഉള്ളവർ ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നുള്ളത് തീർച്ചയായിട്ടും. കാരണം അവിടെ നിന്ന് ഇങ്ങനത്തെ കോൺസെപ്റ്റേ ഇല്ല. ഇങ്ങനത്തെ പടങ്ങളേ ഇല്ല. എപ്പോഴും ചാപാറ് മസാല സാധനങ്ങളൊക്കെ ഇറക്കുന്ന സാധനങ്ങളാണ്. പക്ഷെ നമ്മുടെ ഇൻഡസ്ട്രിയിലാണ് ഇതേപോലെ വെറൈറ്റി കണ്ടന്റുകൾ. നമ്മുടെ ഇവിടെയും മസാല പടങ്ങളുണ്ട്, നമ്മുടെ ഇവിടെയും മാസ പടങ്ങളുണ്ട്, മറ്റേ പ്രകൃതി പടങ്ങളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ പക്ക ഹൈ ഫാൻറ്റസി എന്ന് പറയുന്ന പോലെ തന്നെയുള്ള ഒരു ഹൈ സൈഫൈ, ഈ പറയുന്ന ഇങ്ങനത്തെ സൈബർ പങ്ക് പടങ്ങൾ നമ്മൾ എടുക്കുന്നതെന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രൗഡ് ഫോർ എവരി മലയാളി ഓഡിയൻസ്. സോ തീർച്ചയായിട്ടും ആ ഒരു വികാരമുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഈ പടം തിയേറ്ററിൽ തന്നെ കണ്ടുപോക്കുക. കണ്ടവരുണ്ടെങ്കിൽ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക.